2023 നടന്ന SSC CGL പരീക്ഷയിലെ ജോഗ്രഫി ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത്. ഇതിന്റെ പാർട്ട് 1 ഉം 2 ഉം ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. പാർട്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സെഷൻസിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയും തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഓപ്ഷൻസിൻ്റെ അടക്കം എക്സ്പ്ലനേഷൻ എഴുതി വെക്കുക. തീർച്ചയായിട്ടും SSC CGL CHSL MGS CAPF പരീക്ഷകൾക്കും റെയിൽവേ എക്സാംസിനും ഇതേ ക്വസ്റ്റ്യൻസിനെ റിപ്പീറ്റ് ചെയ്തെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. Question: which of the following is not a tributary of Godavari river? ഗോദാവരി റിവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവറാണ്, ഏറ്റവും നീളം കൂടിയ റിവറാണ് ഗോദാവരി റിവർ. വൃദ്ധഗംഗ എന്ന് അറിയപ്പെടാറുണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്ര വഴി ഉത്ഭവിച്ച് ആന്ധ്രാപ്രദേശിൽ വെച്ച് ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന റിവറാണ് ഗോദാവരി. അപ്പോൾ ഗോദാവരി റിവറിൻ്റെ ട്രിബ്യൂട്ടറി അല്ലാത്ത റിവർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് മാഹി, പ്രാൺഹിത, മാഞ്ചിറ, പൂർണ്ണ. ഓർക്ക് മാഹി റിവർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പാർട്ട് 2 ഡിസ്കസ് ചെയ്ത മാഹി റിവർ ഒരു ഇൻഡിപെൻഡൻറ്റ് റിവറാണ്. മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് വഴി പോയി ഗൾഫ് ഓഫ് കമ്പത്തി പതിക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് റിവറാണ് മാഹി റിവർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ 2 പ്രാവശ്യം മുറിച്ച് കിടക്കുന്ന റിവറാണ് മാഹി റിവർ. അപ്പോൾ മാഹി റിവർ ഒരിക്കലും ഗോദാവരിയുടെ ഒരു ട്രിബ്യൂട്ടറി ആകുന്നില്ല. ബിക്കോസ് മാഹി റിവർ ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവറാണ്, ഗോദാവരി ഈസ്റ്റ് ഫ്ലോയിങ് റിവറാണ്. ഗോദാവരി ബേ ഓഫ് ബംഗാളിൽ പോയി പതിക്കുന്നു, മാഹി റിവർ അറേബ്യൻ സീയിൽ പോയി പതിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രാൺഹിത ഓർത്തിരിക്കുക. പ്രാൺഹിതയാണ് ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗോദാവരിയാണ്. ഇറ്റ് ഈസ് എ കോൺഫ്ലുവൻസ് ഓഫ് വെയിൻഗംഗ, വാർധ ആൻഡ് പെൻഗംഗ. ഓക്കെ, വെയിൻഗംഗ, വാർധ ആൻഡ് പെൻഗംഗ എന്ന് പറയുന്ന 3 റിവേഴ്സുകൾ ചേരുന്ന കോൺഫ്ലുവൻസ് ആണ് പ്രാൺഹിത എന്നറിയപ്പെടുന്നത്. മാഞ്ചിറ ഗോദാവരിയുടെ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറിയാണ് മാഞ്ചിറ. പൂർണ്ണ റിവറും ഗോദാവരിയുടെ ട്രിബ്യൂട്ടറിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നോർത്ത് സൗത്ത് കോറിഡോർ ലിങ്ക്സ് വിച്ച് ഓഫ് ദ 2 മേജർ സിറ്റീസ്? ഓക്കെ, നോർത്ത് സൗത്ത് കോറിഡോർ, ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഓർത്ത് വെക്കുക. നോർത്ത് സൗത്ത് കോറിഡോർ ലിങ്ക്സ് ശ്രീനഗർ ആൻഡ് കന്യാകുമാരി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ശ്രീനഗർ ആൻഡ് കന്യാകുമാരി. നമുക്ക് നോർത്ത് സൗത്ത് കോറിഡോറും ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഓൾറെഡി നോർത്ത് സൗത്ത് കോറിഡോർ കണ്ടു കഴിഞ്ഞ് ശ്രീനഗർ ടു കന്യാകുമാരി. ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ലിങ്ക്സ് സിൽച്ചാർ ഇൻ ആസാം ടു പോർബന്ദർ ഇൻ ഗുജറാത്ത്. ഓക്കെ, സിൽച്ചാർ ഇൻ ആസാമിനെയും പോർബന്ദർ ഇൻ ഗുജറാത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റീസായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൽക്കത്തയെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ലിങ്കാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് അറിയപ്പെടുന്നത്. വൈ ഡു മോസ്റ്റ് പാർട്സ് ഓഫ് ഇന്ത്യ റിസീവ് റെയിൻഫോൾ ഫ്രം ജൂൺ ടു സെപ്റ്റംബർ? ഇന്ത്യയുടെ മജോറിറ്റി ഏരിയയിൽ എക്സെപ്റ്റ് തമിഴ്നാട് ഒഴികെയുള്ള ഇന്ത്യയുടെ മജോറിറ്റി ഏരിയയിലും നമുക്ക് ജൂൺ ടു സെപ്റ്റംബറിലാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. അതിന് കാരണം സൗത്ത് വെസ്റ്റേൺ മൺസൂണാണ്, ഡ്യൂ ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഓക്കെ, അപ്പം ആൻസർ ഓപ്ഷൻ എ, ഡ്യൂ ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ. നെക്സ്റ്റ്, ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഓഫ് ഇന്ത്യ ഈസ്? ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് വൂളാർ ലേക്ക് ഓർത്തിരിക്കുക. ജമ്മു ആൻഡ് കാശ്മീരിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ജലം റിവർ വൂളാർ ലേക്കിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. വൂളാർ ലേക്ക് ആണ് ആൻസർ വരുന്നത്. ഇതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു 1-2 കാര്യങ്ങളാണ്. ചിൽക്ക ലേക്ക്, ലാർജസ്റ്റ് ബ്രാക്കിഷ് വാട്ടർ ലേക്ക് ഓർ ലഗൂൺ ഇൻ ഇന്ത്യ ആണ് ചിൽക്ക ലേക്ക്, ഒഡീഷയിലാണ്. എന്താ ലഗൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കോസ്റ്റിനോട് ചേർന്നായിരിക്കും എങ്കിലും ഒരു ചെറിയ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് വഴി കടലുമായിട്ട് അത് അകന്നിരിക്കുകയാണ്. അപ്പോൾ കോസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ലഗൂൺ ലേക്ക് തന്നെയാണ് ചിൽക്ക ലേക്ക്. അത് ബ്രാക്കിഷ് വാട്ടർ ലേക്കാണ്. അപ്പോൾ ലാർജസ്റ്റ് ലഗൂൺ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ചിൽക്ക ലേക്കാണ്. കൊല്ലേരു ലേക്ക് ഫ്രഷ് വാട്ടർ ലേക്കാണ്, ആന്ധ്രാപ്രദേശിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കൊല്ലേരു ലേക്കും ഒരു ലഗൂണാണ്. പക്ഷേ കൊല്ലേരു ലേക്ക് എന്ന് പറയുന്നത് അതും കടലിനോട് ചേർന്നായിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് കൊല്ലേരു ലേക്ക് എന്ന് പറയുന്നത് ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. ചിൽക്ക ലേക്ക് ഒരു ബ്രാക്കിഷ് വാട്ടർ ലേക്കാണ്. ഈ ബ്രാക്കിഷ് വാട്ടർ ലേക്കും സോൾട്ട് വാട്ടർ ലേക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രാക്കിഷ് വാട്ടർ ലേക്കിനകത്തെ ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3% അതിൽ താഴെയോ ആയിരിക്കും. അതേസമയം പ്യുവർ സോൾട്ട് വാട്ടർ ലേക്ക് ആണെങ്കിൽ അത് ഉപ്പിൻ്റെ അംശം എന്ന് പറയുന്നത് 3% അതിൽ കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തത് ചമലു ലേക്ക് എന്ന് പറയുന്നത് സിക്കിമിലെ പ്രത്യേകത. ഹയസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ലേക്കാണ് ചമാലു ലേക്ക്, സിക്കിമിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. വേമ്പനാട് ലേക്ക് ഇൻ കേരളയാണ് ലോങ്ങസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ. ദെൻ സാമ്പാർ ലേക്ക് ലാർജസ്റ്റ് ഇൻലാൻഡ് സോൾട്ട് വാട്ടർ ലേക്കാണ്. ഓർക്കുക, സാമ്പാർ ലേക്ക് ഒരു പ്യുവർ സോൾട്ട് വാട്ടർ ലേക്കാണ്, ബ്രാക്കിഷ് വാട്ടർ അല്ല. കാരണം അതിനകത്ത് ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ 3% കൂടുതലാണ്. അപ്പം സാമ്പാറിലേക്ക് ഒരു ലാർജസ്റ്റ് ഇൻലാൻഡ് സോൾട്ട് വാട്ടർ ലേക്കാണ്, ഇൻലാൻഡ് വാട്ടർ ലേക്കാണ്. അത് രാജസ്ഥാനിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് സാമ്പാറിലേക്ക്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് നോക്കിയിരിക്കുക. അപ്പോൾ എന്താ ബ്രാക്കിഷ് വാട്ടറിലേക്കും സോൾട്ട് വാട്ടറിലേക്കും നമ്മളുടെ വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉപ്പിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണ് ബ്രാക്കിഷ് വാട്ടറും സോൾട്ട് വാട്ടറും ധരിക്കുന്നത്. ലഗൂൺസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ലാർജസ്റ്റ് ലഗൂണാണ്. ഓർത്തിരിക്കുക, കൊല്ലേരു ലേക്കും ലഗൂണാണ്, പക്ഷേ അതൊരു ഫ്രഷ് വാട്ടർ ലേക്കാണ്.
Which water body separates Andaman in the north and Nicobar in the south? Andaman Nicobar ഐലൻഡ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന വാട്ടർ ബോഡി ഏതാണ്? ബേസിക് ജോഗ്രഫിക്കൽ ഫാക്റ്റ് ആണ്. ദാറ്റ് ഈസ് 10 ഡിഗ്രി ചാനൽ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 10 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ്സ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. 8 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ്സ് ഇന്ത്യ ആൻഡ് മാൽഡീവ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ദാറ്റ് ഈസ് മിനിക്കോയ് ആൻഡ് മാൽഡീവ്സ്. മിനിക്കോയ് എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും സദേൺ മോസ്റ്റ് ഐലൻഡാണ് മിനിക്കോയ്. മിനിക്കോയെ മാൽഡീവ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനലാണ് 8 ഡിഗ്രി ചാനൽ, അഥവാ ഇന്ത്യ ആൻഡ് മാൽഡീവ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. 11 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ്സ് അമ്നിദീവി ആൻഡ് കണ്ണന്നൂർ ഐലൻഡ്സ്. അമ്നിദീവി എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഐലൻഡ്സ് ആണ്. അമ്നിദീവി കണ്ണന്നൂർ ഐലൻഡ്സും ലക്ഷദ്വീപിലെ ഗ്രൂപ്പിലെ ഐലൻഡ്സ് ആണ്. അപ്പോൾ അമ്നിദീവി കണ്ണന്നൂർ ഐലൻഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനലാണ് 11 ഡിഗ്രി ചാനൽ. 9 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ്സ് ദാറ്റ് ഈസ് മിനിക്കോയ്. മിനിക്കോയ് എന്ന് പറയുന്നത് സദേൺ മോസ്റ്റ് ഐലൻഡ് ഓഫ് ലക്ഷദ്വീപ് ആണ്. ആൻഡ് അതർ ഐലൻഡ്സ് ഓഫ് ലക്ഷദ്വീപ്. ഓക്കെ, ലക്ഷദ്വീപിലെ മറ്റ് ഐലൻഡ് ഗ്രൂപ്പുകളുമായിട്ട് മിനിക്കോയെ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനലാണ് 9 ഡിഗ്രി ചാനൽ. അപ്പോൾ എല്ലാ ചാനൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. 10 ഡിഗ്രി ചാനൽ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, വിച്ച് ക്രോപ്പ് ഈസ് ഗ്രോൺ ഡ്യൂറിങ് സയ്ദ് സീസൺ? ഓക്കെ, ക്രോപ്പ് സീസൺ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്ന. ക്രോപ്പ് സീസൺ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ പഠിക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്രോപ്പ് സീസൺസ് ഇൻ ഇന്ത്യ കാണാൻ സാധിക്കും. അത് കൃത്യമായി പഠിക്കുക. നമുക്ക് ഖാരിഫ്, സയ്ദ്, റാബി എന്ന് പറയുന്ന 3 ക്രോപ്പ് സീസൺസ് ആണുള്ളത്. അതിൽ റൈസ് ഈസ് നോട്ട് റാബി, റൈസ് ഈസ് എ ഖാരിഫ് ക്രോപ്പ്. ഖാരിഫ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഇൻറ്റൻസീവ് ക്രോപ്പാണ്. അതേപോലെ തന്നെ നമ്മുടെ സയ്ദ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈ സീസൺസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ആണ്. ദെൻ റാബി എന്ന് പറയുന്നത് നമുക്ക് വിൻ്റർ ക്രോപ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സയ്ദ് സീസൺ എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ് മെയിനായിട്ട് നടക്കുന്നത്. കുക്കുംബർ, ജോവർ, ബാജ്ര, മെയ്സ്, നമുക്കറിയാം വെജിറ്റബിൾ വരുന്നത് കുക്കുംബറാണ്. സോ സയ്ദ് സീസണിൽ വരുന്നത് കുക്കുംബർ കൾട്ടിവേഷൻ ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന്. ആൻസർ എ. ക്വസ്റ്റ്യൻ, വേർ ഡസ് നർമ്മദ റിവർ റൈസ്? വെസ്റ്റേൺ ഘട്ട്സ്, ഗാവിൽഗർഗ് ഹിൽസ്, സത്പുര റേഞ്ചസ്, അമർകാണ്ടക് റേഞ്ചസ്. ഓക്കെ, അപ്പോൾ അമർകാണ്ടക് റേഞ്ചസ് ആ കറക്റ്റ് ആൻസർ വരുന്നത്. അമർകാണ്ടക് ഹിൽസ്, സത്പുര റേഞ്ചസിന് തന്നെ ഒരു പാർട്ടായിട്ടുള്ള അമർകാണ്ടക് ഹിൽസിൽ നിന്നാണ് നമ്മുടെ നർമ്മദ റിവർ ഉത്ഭവിക്കുന്നത്. അമർകാണ്ടക് ഹിൽസ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് റിവർ ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ഇറ്റ്സ് റെസ്പെക്റ്റീവ് പ്ലേസ് ഓഫ് ഒറിജിൻ? മഹാനദി, സിഹാവ മൗണ്ടൻ, സത്ലജ്, ദാൽ ലേക്ക്, ഗംഗ, ഗംഗോത്രി ഗ്ലേസിയർ, ഗോദാവരി, ത്രിംബകേശ്വർ. ത്രിംബകേശ്വർ നാസിക്കിലാണ്. അപ്പം നാസിക്കിൽ ആണ്. ഓക്കെ, സോ വേർ ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്? ഓക്കെ, നമുക്ക് നോക്കി അറിയാം. സത്ലജ് റിവർ ഉത്ഭവിക്കുന്നത് രാഗാസ് ലേക്ക് ഇൻ ടിബറ്റ് ആണ്. ഓക്കെ, ടിബറ്റിലെ രാഗാസ് ലേക്കിൽ നിന്നാണ് സത്ലജ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് വെളിയിലാണ് ഉത്ഭവിക്കുന്നത്, ടിബറ്റിലാണ് ഉത്ഭവിക്കുന്നത്, രാഗാസ് ലേക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് നേരെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ഹിമാചൽ പ്രദേശ് വഴിയാണ്. ഹിമാചൽ പ്രദേശിലെ ഷിപ്കില പാസ് വഴിയാണ് സത്ലജ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻകറക്ട്ലി മാച്ച്ഡ്. അതോടൊപ്പം തന്നെ നർമ്മദ റിവറിൻ്റെ ഒരു കാര്യം കൂടി പറയാം. നർമ്മദ റിവർ എന്ന് പറഞ്ഞാൽ ദ ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ ഓഫ് സൗത്ത് ഇന്ത്യ അഥവാ പെനിൻസുലാർ ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ അഥവാ പെനിൻസുലാർ ഇന്ത്യയിലെ ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് വെസ്റ്റ് ഫ്ലോയിങ് റിവറാണ് നർമ്മദ റിവർ. ഇത് വിന്ധ്യ, സത്പുര മൗണ്ടെയ്ൻസിന് ഇടയിലൂടെയാണ് ഒഴുകുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ഗൾഫ് ഓഫ് കമ്പത്തിലാണ് നർമ്മദ പതിക്കുന്നത്. നർമ്മദയുടെ ഏറ്റവും വലിയ പ്രത്യേകത ക്ലിയറസ്റ്റ് റിവർ മൗത്ത് അഥവാ എസ്റ്റുറി. റിവർ കടലിൽ ചേരുന്ന സ്ഥലമാണ് എസ്റ്റുറി അഥവാ റിവർ മൗത്ത്. ആ റിവർ മൗത്ത് അഥവാ എസ്റ്റുറി ഏറ്റവും ക്ലിയറസ്റ്റ് ആയിട്ട് ഫോം ചെയ്ത റിവറാണ് നർമ്മദ എന്ന് പറയുന്നത്. അതായത് അലൂവിയൻ ഡിപ്പോസിറ്റ്സ് ഒന്നും തന്നെ നർമ്മദ റിവർ കൊണ്ടുവരുന്നില്ല, ഡെൽറ്റ ഫോർമേഷൻസ് ഇല്ല. അതുകൊണ്ടാണ് ക്ലിയറസ്റ്റ് എസ്റ്റുറി ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ക്ലിയറസ്റ്റ് റിവർ മൗത്ത് ഉള്ള ക്ലിയറസ്റ്റ് എസ്റ്റുറി ഉള്ള റിവർ കൂടിയാണ് നർമ്മദ. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഹിമാലയാസ് ഡസ് ഇറ്റ്സ് ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് കാഞ്ചൻജംഗ ലൈ? ഓൾറെഡി നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തതാണ് വെർട്ടിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹിമാലയാസ്. കാഞ്ചൻജംഗ ഇസ് ലൊക്കേറ്റഡ് അറ്റ് സിക്കിം ആണ്. സോ ഡാർജിലിംഗ് ആൻഡ് സിക്കിം ഹിമാലയാസ്, ഓപ്ഷൻ സി ആണ് ആൻസർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് പാർട്ടീസ് നോട്ട് സിറ്റുവേറ്റഡ് ഇൻ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ? മാംഗ്ലൂരു, കാൻഡ്ല, മർമഗോവ, ഹാൽഡിയ. മാംഗ്ലൂരു നമുക്കറിയാം കർണാടകത്തിലാണ്, കാൻഡ്ല നമുക്കറിയാം ഗുജറാത്തിലാണ് കാൻഡ്ല ലൊക്കേറ്റ് ചെയ്യുന്നത്. മർമഗോവ പോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ഗോവയിലാണ്. സോ കാൽഡിയ ലൊക്കേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാൾ ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, നോട്ട് ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇവിടെ കാൻഡ്ല ഒന്ന് ഓർത്തിരിക്കുക. കാൻഡ്ല ഇസ് ദ ടൈഡൽ പോർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും നോർത്ത് വെസ്റ്റിലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന മേജർ പോർട്ടാണ് കാൻഡ്ല എന്ന് പറയുന്നത്. ഗുജറാത്തിലാണ് കാൻഡ്ല ലൊക്കേറ്റ് ചെയ്യുന്നത്. ടൈഡൽ പോർട്ടാണ്. ചൈൽഡ് ഓഫ് പാർട്ടീഷൻ എന്നും കാൻഡ്ല അറിയപ്പെടാറുണ്ട്. കാരണം പാർട്ടീഷന്റെ സമയത്ത് കറാച്ചി പോർട്ട് പാകിസ്ഥാന് പോയി, അതിന് പകരമായിട്ട് ഇന്ത്യ വളരെ പെട്ടെന്ന് നിർമ്മിച്ച ഒരു പോർട്ടായിരുന്നു കാൻഡ്ല പോർട്ട്. സോ ചൈൽഡ് ഓഫ് പാർട്ടീഷൻ എന്ന് അറിയപ്പെടുന്നവരുണ്ട്. ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലൊക്കേറ്റ് ചെയ്യുന്നത് കാൻഡ്ലയിലാണ്. ലേക്ക് വിക്ടോറിയ ഈസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് കൺട്രീസ്?
ഓക്കെ, ദാറ്റ് ഈസ് ലേക്ക് വിക്ടോറിയ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ് ആണ്. തേർഡ് ലാർജസ്റ്റ് ലേക്ക് ഇൻ ടേംസ് ഓഫ് ഏരിയ ആണ് വിക്ടോറിയ. നമ്മൾ പാർട്ട് 2-ൽ വിക്ടോറിയയെ സംബന്ധിച്ച് ഡിസ്കഷൻസ് നടത്തിയതാണ്. ഇമ്പോർട്ടൻറ്റ് ലേക്സ് ഓഫ് വേൾഡ് സംബന്ധിച്ച് നമ്മൾ ഡിസ്കഷൻ നടത്തിയതാണ്, നോക്കി വെക്കുക. ഇവിടെ നമുക്കറിയാം ഏതൊക്കെ രാജ്യങ്ങളിലാണ് വിക്ടോറിയ അല്ലെ, ടാൻസാനിയ, ഉഗാണ്ട, കെനിയ രാജ്യങ്ങളിലായിട്ട് ഓപ്ഷൻ ബി ആണ്. വിക്ടോറിയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇക്വേറ്റർ ഈ വിക്ടോറിയ ലേക്കിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇക്വേറ്റർ പാസ് ചെയ്യുന്ന ലേക്കാണ് ലേക്ക് വിക്ടോറിയ. ഓക്കെ, വിച്ച് ഹിൽ ഈസ് എ പാർട്ട് ഓഫ് മേഘാലയ പ്ലേറ്റോ? കാർഡമം ഹിൽസ്, നീലഗിരി ഹിൽസ്, ജയന്തിയ ഹിൽസ്, ആനമലൈ ഹിൽസ്. കാർഡമം ഹിൽസും നീലഗിരി ഹിൽസും ആനമലൈ ഹിൽസും ഒക്കെ വെസ്റ്റേൺ ഗട്ട്സിൽ കാണപ്പെടുന്ന ഹിൽസ് ആണ്. ജയന്തിയ ഹിൽസ്, ഓക്കെ, ഗാരോ, ഖാസി, ജയന്തിയ, മിഗർ ഹിൽസ് ഒക്കെയാണ് മേഘാലയൻ പ്ലേറ്റോയിൽ കാണപ്പെടുന്നത്. സോ ജയന്തിയ ഹിൽസ് വരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നമുക്ക് ഇതിനോട് തന്നെ നമുക്ക് ലേക്ക് വിക്ടോറിയയുടെ ഒരു മാപ്പോടെ ഒന്ന് നോക്കി പോകാം കേട്ടോ. ഉഗാണ്ട, കെനിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ലേക്ക് വിക്ടോറിയ കിടക്കുന്നത്. വിക്ടോറിയയെ സംബന്ധിച്ച് ഓപ്ഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഉഗാണ്ട, അതേപോലെ തന്നെ കെനിയ, അതുപോലെ ടാൻസാനിയ. ഓക്കെ, വിക്ടോറിയയിൽ കൂടി ഇക്വേറ്റർ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. 0 ഡിഗ്രി ഇക്വേറ്റർ വിക്ടോറിയയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. പ്ലാന്റ് വെറൈറ്റീസ് ലൈക്ക് ബാംബു, എപ്പിഫൈറ്റ്സ്, എയ്നി, സിമൂൾ, ഗുറ്റൽ ആൻഡ് മ്യൂണ്ടെയിൻ ആർ ഫൗണ്ട് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റ്? എല്ലാം ഒന്നും അറിയത്തില്ലെങ്കിലും ബാംബു എപ്പിഫൈസ് കാണുമ്പോഴേ അറിയാമല്ലോ. ബാംബു എന്ന് പറഞ്ഞാൽ എന്തായാലും നന്നായിട്ട് മോയ്സ്ചർ ആവശ്യമുള്ള ഒരു ഗ്രാസ് വെറൈറ്റിയാണ് കേട്ടോ. ബാംബു ഇസ് എ ഗ്രാസ്, നോട്ട് എ ട്രീ. അവിടെ ബാംബു ഒരു ഗ്രാസ് വെറൈറ്റിയാണ്. അപ്പോൾ ബാംബു എപ്പിഫൈസ് കാണപ്പെടുന്നത് എവിടെയാണ്? ആൽപൈൻ ഫോറസ്റ്റ്, ഹൈ ഓൾട്ടിറ്റ്യൂഡിലുള്ള ഫോറസ്റ്റ് ആൽപൈൻ ഫോറസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ട് 1 പാർട്ട് 2 ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ആൽപൈൻ വരത്തില്ല. മോണ്ടെയിൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ്, അതും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ കാണപ്പെടുന്നത്, അവിടെ വരത്തില്ല. ഡ്രൈ ട്രോപ്പിക്കൽ, ഡ്രൈയിലല്ലോ ബാംബു വരുന്നത്, പിന്നെ വരുന്നത് മോയ്സ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് വരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ടണൽ ഹാസ് ബീൻ ബിൽറ്റ് വിത്ത് അൾട്രാ മോഡേൺ സ്പെസിഫിക്കേഷൻസ് ഇൻ ദ പീർ പഞ്ചാൽ റേഞ്ച് ഓഫ് ദി ഹിമാലയാസ് അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 3000 meters above mean sea level? ഓക്കെ, പീർ പഞ്ചാൽ റേഞ്ചിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ട് ചെയ്ത ടണൽ ഏതാണ് ചോദിച്ചേക്കുന്നത്? ജവഹർ ടണൽ, ശ്യാം പ്രസാദ് മുഖർജി ടണൽ, ബാത്തൻ ടണൽ ആൻഡ് അടൽ ടണൽ. ആൻസർ വന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്, അടൽ ടണൽ. പഠിച്ചു വെക്കുക. ടണൽ സംബന്ധിച്ച ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ. ജവഹർ ടണൽ നോക്കാം. ജവഹർ ടണൽ അക്രോസ് ബെനിഹൽ പാസ്. ഓർക്കുക, ബെനിഹൽ പാസിന് ആണ് ജവഹർ ടണൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആ കാര്യം മറക്കാതിരിക്കുകയായിട്ട് കാണാൻ. ശ്രീനഗർ ആൻഡ് ജമ്മു, ശ്രീനഗറും ജമ്മു ആയിട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് വെതർ കണ്ടീഷൻസ് കേട്ടോ, എക്സ്ട്രീം വിന്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് വെതർ കണ്ടീഷൻസ് അനുസരിച്ച് കണക്ടിവിറ്റി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ടണലാണ് ജവഹർ ടണൽ. ഏത് പാസിലാണ്? ബെനിഹൽ പാസിലാണ് ജവഹർ ടണൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, മറക്കാതിരിക്കുക. ശ്യാം പ്രസാദ് മുഖർജി ടണൽ എന്ന് പറയുന്നത് ചെനാനി നസറി ടണൽ എന്ന് പറയുന്ന ടണൽ ഉണ്ടായിരുന്നത് റീനെയിം ചെയ്തതാണ് ശ്യാം പ്രസാദ് മുഖർജി ടണൽ. ഈ ചെനാനി നസറി ടണലിന് പ്രത്യേകതയുണ്ട്. NH44 ആണ് ഈ ടണലായിട്ട് നിൽക്കുന്നത്. ലോങ്സ്റ്റ് റോഡ് ടണലാണ് ചെനാനി നസറി ടണൽ എന്ന് പറയുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലാണ് ചെനാനി നസറി ടണൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് ശ്യാം പ്രസാദ് മുഖർജി ടണൽ. നെക്സ്റ്റ്, ബദൻ ടണൽ. ബദൻ ടണൽ എന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേയിൽ മഹാരാഷ്ട്രയിൽ ടണലാണ് ബദൻ ടണൽ എന്ന് പറയുന്നത്. അടൽ ടണൽ ഓൾറെഡി നമ്മൾ കണ്ടു, ഓർത്തിരിക്കുക. അടൽ ടണൽ റോഹ്താൻ പാസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ റോഹ്താൻ പാസിലാണ് അടൽ ടണൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഹിൽസ് ഈസ് എ പാർട്ട് ഓഫ് ദി വെസ്റ്റേൺ ഗട്ട്സ്? വെസ്റ്റേൺ ഗട്ട്സിന്റെ പാർട്ടായ ഹിൽസ് ഏതൊക്കെയാണ്? ആനമലൈ ഹിൽസ്, ഖാസി ഹിൽസ്, ജയന്തിയ ഹിൽസ്, ഗാരോ ഹിൽസ്. ഗാരോ, ഖാസി, ജയന്തിയ ഹിൽസ് എന്ന് പറയുന്നത് മേഘാലയൻ പ്ലേറ്റോയിലെ ഹിൽസ് ആണ്. ആൻസർ വരുന്ന ആനമലൈ ഹിൽസ് ആണ്. ഓർത്തിരിക്കുക, ആനമലൈ ഹിൽസിലെ ആനമുടിയാണ് വെസ്റ്റേൺ ഗട്ട്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി വെസ്റ്റേൺ ഗട്ട്സിന്റെ പാർട്ടായിട്ട് വരുന്ന ഹിൽസ് നോർത്തേൺ റീജിയൻ, മഹാരാഷ്ട്ര റീജിയനിൽ വരുന്നതാണ് ശതമല, ഹരിശ്ചന്ദ്ര, ബാലഘട്ട് റേഞ്ചസ് ആൻഡ് അജന്ത ഹിൽസ്. അതേപോലെ തന്നെ സദേൺ റീജിയനിൽ വരുന്നതാണ് നീലഗിരി ഹിൽസ്, ആനമലൈ ഹിൽസ്, കാർഡമം ഹിൽസ്. അതിൽ നീലഗിരി ഹിൽസ് ആണല്ലേ ദോഡാബേട്ട എന്ന് പറയുന്ന പോയിന്റിലാണ് വെസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റേൺ ഗട്ട്സ് മീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ റിപ്പോർട്ട് റിവ്യൂ ഡ്യൂറിംഗ് 2010-12 ദ ഹയസ്റ്റ് രജിസ്റ്റേർഡ് ഷെയ്ഡ് ടെമ്പറേച്ചർ ഓഫ് ഡാഷ് വാസ് റെക്കോർഡഡ് അൽ അസീസിയ, ലിബിയ. ഓക്കെ, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ രേഖപ്പെടുത്തിയ പ്രദേശം അൽ അസീസിയ, ലിബിയയാണ്. എത്രയാണ് ടെമ്പറേച്ചർ എന്നാണ് ആൻസർ? ഓപ്ഷൻ എ 58 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ജസ്റ്റ് ഇമാജിൻ, 58 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് ടെമ്പറേച്ചർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അസനോൾ, ഔറ, മാൽഡ ആൻഡ് സിയാൽഡ ഡിവിഷൻ കം അണ്ടർ വിച്ച് റെയിൽവേ സോൺ ഓഫ് ഇന്ത്യ? ഓക്കെ, എല്ലാം ഹൗറയും മാൽഡയും ഒക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. അസനോളൊക്കെ, ഹൗറയും മാൽഡയും ഒക്കെ നമുക്കറിയാം വെസ്റ്റ് ബംഗാളിലാണ്, ഈസ്റ്റേൺ റീജിയനിലാണ്. സോ ദാറ്റ് ഈസ് എ റെയിൽവേ സോൺ കം അണ്ടർ ഈസ്റ്റേൺ റെയിൽവേ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ കണക്ട്സ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സിറ്റീസ്? നമ്മൾ നോർത്ത് സൗത്ത് കോറിഡോറും ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറും ഡിസ്കസ് ചെയ്തതാണ്. ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ കണക്ട് സിൽച്ചാർ ഇൻ ആസാം ടു പോർബന്ദർ ഇൻ ഗുജറാത്ത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവിടെ മറ്റൊരു സാധ്യതയുള്ളത് ഇന്ത്യയിലെ റെയിൽവേ സോൺസ്
അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും പഠിച്ചു വെക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. റെയിൽവേ സോൺസും ഹെഡ് ക്വാർട്ടേഴ്സും അറിയാമെങ്കിൽ ഏകദേശം ഏരിയ നോക്കി നമുക്ക് ഇന്ന റീജിയൻ ഇന്ന റെയിൽവേ സോണിന് കീഴിൽ വരുന്ന അറിയാൻ സാധിക്കും. നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സോൺസ് ഒന്ന് കവർ ചെയ്യാം. നമ്മൾ ഇത് ഓർത്തിരിക്കാനൊരു നാക്കിനാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണ്, ഇന്ത്യ നോർത്തേൺ റീജിയൻ. ഓക്കെ, ദറ്റ് ഈസ് നോർത്തേൺ റീജിയനിൽ ഓക്കെ നോർത്തിൽ വരുന്ന റെയിൽവേ സോണാണ് ന്യൂഡൽഹി. നോർത്തുണ്ട്, സൗത്തിലും ഉണ്ട് അല്ലേ. സൗത്തിൽ വരുന്ന ചെന്നൈ. അപ്പോൾ നോർത്ത് കിട്ടി, സൗത്ത് കിട്ടി. അങ്ങനെ ഈസ്റ്റിക്കാണല്ലോ, ഈസ്റ്റ് വരുന്നത് കൊൽക്കത്ത. അങ്ങനെ വെസ്റ്റിക്കാണല്ലോ, വെസ്റ്റ് വരുന്നത് മുംബൈ. നോക്കിയേ, ഓക്കെ. നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹി, സദേൺ റെയിൽവേ ചെന്നൈ, ഈസ്റ്റേൺ റെയിൽവേ കൊൽക്കത്ത, വെസ്റ്റേൺ റെയിൽവേ മുംബൈ CST. ഓക്കെ, ഇനി നോർത്തിൽ നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് പോവുകയാണ്. നോർത്ത് ഈസ്റ്റ് ഗോരഖ്പൂർ ഇൻ UP. നോർത്ത് ഈസ്റ്റ് ഉണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റും കാണുമല്ലോ, നോർത്ത് വെസ്റ്റ് ജയ്പൂർ. ഓക്കെ, ഇപ്പം നോർത്ത് ഈസ്റ്റ് കിട്ടി, നോർത്ത് വെസ്റ്റ് കിട്ടി. അങ്ങനെ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് കാണുമല്ലോ. സൗത്ത് ഈസ്റ്റിന് കൊൽക്കത്ത തന്നെയാണ്. സൗത്ത് വെസ്റ്റ് ഹൂബ്ലി ഇൻ കർണാടക. ഇത്രയും കിട്ടിയോ? ഒന്നുകൂടെ പറയട്ടെ. നോർത്ത് എവിടെയാ? ഡൽഹി. സൗത്ത് എവിടെയാ? ചെന്നൈ. ഈസ്റ്റ് എവിടെയാ? കൊൽക്കത്ത. വെസ്റ്റ് എവിടെയാ? മുംബൈ CST. ഓക്കെ, ഇനി ഏതൊക്കെയുണ്ട്? നോർത്ത് ഈസ്റ്റ് ഗോരഖ്പൂർ ഇൻ UP. നോർത്ത് വെസ്റ്റ് ജയ്പൂർ ഇൻ രാജസ്ഥാൻ. സൗത്ത് ഈസ്റ്റ് കൊൽക്കത്ത തന്നെ. സൗത്ത് വെസ്റ്റ് ഹൂബ്ലി ഇൻ കർണാടക. 10 റെയിൽവേ സ്റ്റേഷൻസ് കിട്ടിയില്ല. എത്ര എണ്ണം കിട്ടി? 2, 4, 6, 8 എണ്ണം കിട്ടി. ഇനി അടുത്ത് നോക്കാം. അടുത്തതാണ് നോർത്ത് സെൻട്രൽ റെയിൽവേ. ഓക്കെ, ഇപ്പൊ നോർത്തിൽ തന്നെ അടുത്ത് നോർത്ത് സെൻട്രൽ വരുവാണ്. അലഹബാദ് ഇൻ UP നോർത്ത് സെൻട്രൽ റെയിൽവേ വരുന്നത്. നോർത്ത് സെൻട്രൽ ഉണ്ടെങ്കിൽ അടുത്ത് ഏതുണ്ട്? സൗത്ത് സെൻട്രലും ഉണ്ട്. സൗത്ത് സെൻട്രൽ റെയിൽവേ സെക്കന്ദരാബാദിലാണ് സൗത്ത് സെൻട്രൽ റെയിൽവേ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈസ്റ്റ് സെൻട്രലും ഉണ്ട്. ഈസ്റ്റ് സെൻട്രൽ വരുന്നത് ഹാജിപൂർ ഇൻ ബീഹാറിലാണ്. ഹാജിപൂർ ഇൻ ബീഹാർ. വെസ്റ്റ് സെൻട്രൽ വരുന്നത് ജബൽപൂർ ആണ്. ജബൽപൂർ മധ്യപ്രദേശിലാണ് വെസ്റ്റ് സെൻട്രൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രൽ കിട്ടിയല്ലോ. ഏതൊക്കെ സെൻട്രൽ കിട്ടി? ദെൻ നോർത്ത് സെൻട്രൽ കിട്ടി. നോർത്ത് സെൻട്രൽ വരുന്നത് എവിടെയാണ്? അലഹബാദിലാണ്. സൗത്ത് സെൻട്രൽ അങ്ങനെയാണെങ്കിൽ ഉണ്ട് സെക്കന്ദരാബാദിൽ വരും. ഈസ്റ്റ് സെൻട്രൽ ഉണ്ട്, ഇവിടെ ഹാജിപൂർ ഇൻ ബീഹാറിൽ വരും. വെസ്റ്റ് സെൻട്രൽ ഉണ്ട്, ജബൽപൂർ ഇൻ മധ്യപ്രദേശിൽ വരും. ദെൻ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ വരുന്നത് ബിലാസ്പൂർ ആണ്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ വരുന്നത്. ദെൻ സെൻട്രൽ റെയിൽവേ വരും, മുംബൈയിൽ വരും. ഇപ്പൊ സെൻട്രൽ കൂടി തന്നെ എത്രയുണ്ടെന്ന് നോക്കിയേ. ഒന്ന് സെൻട്രൽ റെയിൽവേ ഉണ്ട്, മുംബൈ സെൻട്രൽ റെയിൽവേ. അതുകൂടാതെ നോർത്ത് സെൻട്രൽ ഉണ്ട്. നോർത്ത് സെൻട്രൽ എവിടെയായിരുന്നു? അലഹബാദ് ആണ്. സൗത്ത് സെൻട്രൽ ഉണ്ട്. സൗത്ത് സെൻട്രൽ എവിടെയാണ്? സെക്കന്ദരാബാദ് ആണ്. ഈസ്റ്റ് സെൻട്രൽ ഉണ്ട്, ഹാജിപൂർ ഇൻ ബീഹാർ. വെസ്റ്റ് സെൻട്രൽ ഉണ്ട്, ജബൽപൂർ. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ബിലാസ്പൂർ. ദെൻ സെൻട്രൽ റെയിൽവേ മുംബൈ. ഇനിയുള്ളത് ഏതാണ്? ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഭുവനേശ്വർ ഇൻ ഒഡീഷയാണ് അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ദെൻ സൗത്ത് കോസ്റ്റ് റെയിൽവേ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് ആണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ദെൻ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ ദാറ്റ് ഈസ് ഗോവട്ടി ഇൻ ആസാം വരുന്നത്. ദെൻ കൊങ്കൺ റെയിൽവേ നവി മുംബൈ. ഇതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സോൺസ്. ഒന്ന് നോക്കിയാലോ. നോർത്ത് അറിയാം, സൗത്ത് അറിയാം, ഈസ്റ്റ് അറിയാം, വെസ്റ്റ് അറിയാം. നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. അത്രയും കിട്ടി. പിന്നെ സെൻട്രൽ റെയിൽവേസ് നോക്കാം. നോർത്ത് സെൻട്രൽ കിട്ടിയോ? സൗത്ത് സെൻട്രൽ, ഈസ്റ്റ് സെൻട്രൽ, വെസ്റ്റ് സെൻട്രൽ, പിന്നെ ഉള്ളത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ, ദെൻ സെൻട്രൽ റെയിൽവേ. ദെൻ നമുക്കുള്ളത് കോസ്റ്റൽ റെയിൽവേ 2 എണ്ണം. ഈസ്റ്റേൺ കോസ്റ്റൽ റെയിൽവേ, സൗത്ത് കോസ്റ്റൽ റെയിൽവേ, പിന്നെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേ, പിന്നെ ഉള്ളത് കൊങ്കൺ റെയിൽവേ. കഴിഞ്ഞു. അപ്പോൾ റെയിൽവേ സോൺസ് പഠിച്ചു വെക്കുക. ഒരു ചോദ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരു പ്രോബിലിറ്റി ഉള്ള ഒരു ഏരിയയാണ് റെയിൽവേ സോൺസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. 2023 CGL എക്സാമിനേഷനിൽ വന്ന ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിന്റെ പാർട്ട് 3 ഡിസ്കഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഓൾറെഡി പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 കഴിഞ്ഞു, പാർട്ട് 3യിൽ മെയിനായിട്ട് നമ്മൾ റെയിൽവേ സോൺസ് അടക്കം കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കൃത്യമായി വീഡിയോസ് കാണുക, നോട്ട്സ് എഴുതി തയ്യാറാക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനം ലഭിക്കാൻ വേണ്ടി ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്